പേരെന്നതാ? അയ്യോ, വലിയ പാട്ടുകാരി മിമിക്രിക്കാരി ഒക്കെയാ. ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ. രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ. ഇനി ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. വന്നിരിക്കുന്നത്. ആ അതേന്നാ തോന്നുന്നേ. വന്നു കയറി കുറച്ചു നേരം മുറിക്കാത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നയന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടം വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുവാ. ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്ന്. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ. അവന്റെ കുട്ടിയുടെ ചെലവ് വെച്ച് നോക്കി ജീപ്പാ വിൽക്കേണ്ടത്. പപ്പ ഒന്നും ചോദിക്കണ്ട. ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. കൊമ്പത്തെ തറവാട്ടിൽ ഒരു ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലെഴുത്ത്. എന്താടി, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്ത് പറയുന്നു? ജോണിച്ചായന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെയോ പോണം. പിന്നെ സിസ്ലാമ്മ അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന കൂട്ടർ എത്ര ചോദിക്കുന്നേ? അവരത്രക്കാരൊന്നുമല്ല. നമ്മൾ എത്ര കൊടുത്ത് കൊച്ചി നടക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയാ ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്കെന്തായാലും ഒരു സംശയം? എടി, നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ ഇത് ആരെ എടുത്തു കൊടുത്തേ? ആ, മോള് വലുതാവുമ്പോ അപ്പൊ അപ്പഴത് മോൾക്കായിട്ട് തരും കേട്ടോ. എടി കൊച്ചേ, ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ നിന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത്. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്തെ 1ഉം 2ഉം പറഞ്ഞ് പപ്പയോട് പിണങ്ങിക്കഴിഞ്ഞാ പപ്പ ഇതെടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കിടക്കും. ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ ഇത്. അഞ്ചരക്കുള്ള സെന്റ് ജോർജ് വന്നു തോന്നുന്നു. ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാണ്. സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്കില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും. ആ, സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി. ആ, എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ? സയൻസിന് 80%. ആ, കൺഗ്രാജുലേഷൻസ്. ഇവിടത്തെ കക്ഷിക്ക് സയൻസിലേക്ക് മാർക്ക്. പീര് മേഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ. പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോന്ന്. പപ്പ എന്നാത്തിന് എത്ര ചിരിക്കുന്നേ? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു വരത്തില്ല. ഇല്ല, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും. ആ, നീ പോയി ഷർട്ടും തോർത്തെടുത്തിട്ട് വാ. സെന്റ് മേരീസ് വരുമ്പോൾ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം. ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരെയാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് വഴിക്ക് വരാനുണ്ട്. അവരുടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ, ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം. എന്റെ മോള് ഈ ബസ്സിലുണ്ടായിരുന്നില്ലേ? സെന്റ് തോമസിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിലുണ്ടായിരുന്നില്ലല്ലോ. ഇത് സാമുവൽ. ഇവിടെ 12Bയിൽ പഠിക്കുന്ന ലിസമ്മ സാമുവലിന്റെ ഫാദറാണ്. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല. ലിസമ്മ സാമുവൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയല്ലോ.
മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരൻസിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരൻസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ലിസമ്മ സാമുലിനെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു. ഇനി പേടിപ്പനിയെല്ലാം തലപ്പാറ ഭഗവതി മാറ്റിത്തരും കേട്ടോ. ഉം? സൂക്ഷിച്ചിറങ്ങുള്ളൂ. അല്ല ഇതാര് പ്രഭാകരനോ? ഓ തെറ്റി തെറ്റി തെറ്റി. ചാമുവല് ചാമുവല് ലിസമെന്തി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓ അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉള്ളിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ അതക്കറുതരെ. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരിയുടെ അടുത്ത് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും. അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെയൊന്നും ചെന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തി കാണും. സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ ഇവിടുത്തെ പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ആ ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ചാ. ആൾക്കാരറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായ നക്കാൻ. നമുക്ക് ഇറങ്ങാൻ സാമൂല്. ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും കെടുത്തടി. അല്ല എന്നതാടാ പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാടാ രഹസ്യമാക്കി നടത്തുന്നത്? ദേ എന്റെ മോൻ കെട്ടി അവള് 3 മാസം വയറ്റ് കണ്ണിയോ. നിങ്ങളൊന്നും നാവടക്കുന്നുണ്ടോ? ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിയെ ചത്ത് തെക്കോട്ടെടുക്കണം. എടാ നിന്റെ മോളെ ഇവന് പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ നീ വലിയ ക്രിസ്ത്യാനിയായി പോയില്ലേ? എന്റെ പൊന്നു തള്ളും നിർത്ത്. നേരം കാലം നോക്കാനുള്ള ഒരു വർത്താനം. നീ വെറുതെ ആര് ഏറ്റണ്ടടാ. പെണ്ണ് ചിലപ്പോ രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. കള്ള വേലി ചാടിയാലേ മകള് മതിരി ആടൂന്ന. അല്ല, എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചിനോട് ചോദിച്ചു നോക്ക്. പുള്ളിക്കാരൻ ഈ പെങ്കുച്ചിനെ പരിചയമുണ്ട്. ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണ്ടങ്ങട്ട ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകത്തിനകത്തുനിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെങ്കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പൊട്ട കഴിവറാമം കുടുങ്ങുമല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, ഇളയമേട മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. എന്നാ കുഞ്ചറിയാച്ചേ ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്ത ആളെയും കൂട്ടി വന്നിരിക്കുവാ. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ. നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖരൻ സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തേ കയറാന്ന് വെച്ചാ, അല്ല ഇവനെ പറ്റി ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്. പോലീസ് ഏമാൻ ഇവന്റെ എല്ലാവരും. ഒരു മിനിറ്റ് കൊടുക്കാം.
ഹലോ പാർവതി മാഡം. എനിക്ക് അസൂയല്ല, സഹതാപമാണ്. കൊല്ലം 3-4 ഇതിങ്ങനെ തുടങ്ങിയിട്ട്. ഉണ്ട്, വിളിക്കാറുണ്ട്. ഞങ്ങള് നിങ്ങളെ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ. ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനും അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു. വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ. 30 വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ? കൊള്ളാം, നല്ല കുട്ടിയാ. അതെ, അതിന്റെ ഒരു ത്രില്ലിലാണ്. ജനുവരി 10-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. ഞാനും അമ്മയും വരുന്നുണ്ട്, കല്യാണം വിളിക്കാം. ഹരി, അവിടെ രാജുവിനെ ആരും അടിക്കുന്നു, വേഗം വാ. എന്താ പ്രശ്നം? നിങ്ങളോട് ചോദിച്ചോക്കടോ. കെട്ടിയോളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? രാജീവൻ, നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോഴേ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത ഏടാകോടത്തിൽ ഒന്നും ചെന്ന് ചാടരുന്ന്. ഞാനതിനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോന്ന്. മാന്യന്മാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? പിന്നെ നിന്നെ എനിക്ക് അറിയാവടാ, നിനക്ക് എത്ര ഭാര്യമാരെന്ന് പറയാം. എടാ, ഇവ മാമയുടെ ഹരി, മാമനിലെ നിക്കണോടെ സോറി മാഡം, ഹസ്ബൻഡ് കുറച്ച് ഓവറാണ്. ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി. സോറി. എന്റെ പൊന്ന് സാറേ, ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക. പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി. അല്ലെങ്കിൽ രണ്ടിനെയും കയ്യോടെ പിടിക്കാമായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടൽ മുഴുവൻ അവർ തപ്പി. പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു. വെളുക്കണേനും അവിടുന്ന് മുങ്ങി. തിരുവനന്തപുരത്തിനാണോ, ഊട്ടിക്കാണോ, കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ. മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, സാമുവൽ സാറ് ഞെളിവരി കൊള്ളണ്ട. ഈ കുഞ്ചെറിയ തറവാടിയാ. നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും. ഇല്ലയോ സാറേ? ഇങ്ങ് സാറിന് വന്നേ സാറേ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വന്നേ. അതെ, കയ്യിൽ കാശ് തീരുമ്പോ രണ്ടും ഇങ്ങ് തിരിച്ചു വന്നോളും. പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം. തറവാട്ടുകാർ ചിലര് മുറിവുറുപ്പുണ്ടാക്കും. തണ്ടിയും തരവും നോക്കുമ്പോ രണ്ടും രണ്ട് തട്ടിലാണല്ലോ. ഏത് പണവശമാണെങ്കിലും ശരി, സമുദായവശമാണെങ്കിലും ശരി. തോന്നിയാസം കാണിച്ചതും പോരാ, കാശും സമുദായം നോക്കണമെന്ന് വെച്ചാ ആളും ആഘോഷവും ഒന്നും വേണ്ട. ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമുവൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ. അതൊന്നും സാരമില്ല, എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാ മതി. അതാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട. പള്ളിക്കൂടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും കാച്ചിയേര്. വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാ രായ്ക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും. പിന്നെ പത്രക്കാരായി, നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം? പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ. ഇളമിടെ മോനെ കോട്ടയം SP. എന്നാ പിന്നെ കുഞ്ചെറിയ അങ്ങോട്ട്. ഓ, ഞാൻ കയറുന്നില്ല മക്കളെ, പിന്നീടാവാം. എന്നതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലയോ. എടാ പാപ്പിയേ, എടാ ഉവ്വേ, അതിങ്ങ് എടുത്തേര്. തിരുവല്ലായിലെ ഹോട്ടൽ മുറിയിലെ പെങ്കോ ചിട്ടേച്ച് പോയതാ. സ്ലേറ്റും പുസ്തകവും വെച്ചാട്ടെ. വെച്ചാട്ടെ.